സ്ത്രീയുടെ മതബോധമാണ് അവർ ശ്രദ്ധിക്കാറുള്ളത്. ശ്രദ്ധിക്കണം, അല്ലാഹുവിന്റെ ഹബീബ് ഈ 4 കാര്യവും എടുത്തുദ്ധരിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഫഗ്ഫർ ബിദാത്തിദ്ദീൻ فاظفر بذات الدين فاظفر بذات الدين تربت يداك فاظفر بذات الدين. മതബോധമുള്ള പെണ്ണിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഫഗ്ഫർ, നിങ്ങൾ ജീവിതത്തിൽ വിജയിച്ചോളൂവെന്ന്, കുടുംബ ജീവിതത്തിൽ വിജയിച്ചോളൂവെന്ന് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകാ കുടുംബം എന്ന വിഷയം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഒന്നാമതായി ഓർമ്മപ്പെടുത്താനുള്ളത്, കുടുംബ ജീവിതത്തിലേക്ക് കടക്കുമ്പോഴേ ശ്രദ്ധിക്കണമെന്നാ പുണ്യനബി പറഞ്ഞത്. അതിൽ പുരുഷനോട് ശ്രദ്ധിക്കാൻ പറഞ്ഞത്, നല്ല കുടുംബം ജനിക്കണോ നിനക്ക്, നല്ല കുടുംബത്തിന്റെ ആളാവണോ നിനക്ക്. നേരത്തെ നമ്മൾ ഉദ്ധരിച്ച ഖുർആൻ പഠിപ്പിച്ച പ്രാർത്ഥനയുണ്ടല്ലോ, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. എന്താണ് ആ പ്രാർത്ഥനയുടെ പ്രസക്തി? കാലഘട്ടങ്ങൾ യുഗങ്ങൾ കടന്നു പോകുമ്പോഴും എല്ലാ കാലഘട്ടങ്ങളിലും പ്രസക്തമാണ് ഖുർആൻ പഠിപ്പിച്ച ഈ പ്രാർത്ഥന. നല്ലപോലെ ശ്രദ്ധിക്കേണ്ട പ്രിയമുള്ള സഹോദര, എന്തെല്ലാം കാര്യങ്ങൾ ഒരു മനുഷ്യന് ആവശ്യമുണ്ട്, എല്ലാം ദുആ ചെയ്യേണ്ട വാക്കുകൾ ഖുർആൻ പഠിപ്പിച്ചില്ല. ആവശ്യമുള്ളതെല്ലാം നിങ്ങൾ റബ്ബിനോട് നിങ്ങൾക്കറിയാവുന്ന ഭാഷയിൽ ചോദിച്ചോളൂ. ഏതാനും ചില പ്രാർത്ഥനകൾ മാത്രമാ വിശുദ്ധ ഖുർആൻ എടുത്തുദ്ധരിച്ചത്. എല്ലാ പ്രാർത്ഥനയുടെയും അക്ഷരങ്ങളും അതിന്റെ വാക്കുകളും വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചില്ല. ഏതാനും ചില പ്രാർത്ഥനകളാ വിശുദ്ധ ഖുർആൻ നേരെ അല്ലാഹു തന്റെ അടിമകളെ ഖുർആനിലൂടെ പഠിപ്പിച്ചത്. അതിലെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന ശ്രദ്ധിച്ചോളൂ നിങ്ങൾ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, ഹബ്ലന, ഞങ്ങൾക്ക് നീ ഔദാര്യമായി നൽകണേ തമ്പുരാനെ, ഓശാരമായി തരണേ അല്ലാ. റബ്ബന ഹബ്ലന മിൻ അസ്വാജിനാ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്ന്, വദുർരിയാതിനാ, ഞങ്ങളുടെ മക്കളിൽ നിന്നും, ഖുർറത അയ്യുനിൻ, കൺകുളിർമയേകുന്നവരെ നൽകണമേ തമ്പുരാനെ. നല്ല പോലെ ശ്രദ്ധിക്കൂ ഖുർആൻ. എന്നിട്ട് തൊട്ടടുത്ത് ഖുർആൻ പറയുകയാണ്, വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. കൺകുളിർമയേകുന്ന ഭാര്യമാരെയും മക്കളെയും തരണേ എന്ന് ദുആ ചെയ്യാൻ അല്ലാഹു പറഞ്ഞിട്ട് അതിന്റെ തൊട്ടടുത്ത് ഖുർആൻ പറഞ്ഞത്, മുത്തഖീങ്ങൾക്ക് ഞങ്ങളെ ഇമാമാക്കണമേ തമ്പുരാനെ. അപ്പൊ എന്താ പറഞ്ഞതിന്റെ അർത്ഥം? കൺകുളിർമയേകുന്ന ഭാര്യമാരുണ്ടാകണോ, കൺകുളിർമയേകുന്ന മക്കളുണ്ടാകണോ, ആ മക്കൾ തഖ്വയുള്ളവരാകണേ എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ, മുത്തഖീങ്ങൾക്ക് ഞങ്ങളുടെ ഇമാമാക്കണേ തമ്പുരാനെ എന്ന് ദുആ ചെയ്യാനാ ഖുർആൻ പഠിപ്പിക്കുന്നത്. ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ നിങ്ങളോട്, അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു പെണ്ണില്ലാതെ ഭർത്താവിന് തന്റെ കുടുംബ ജീവിതത്തിൽ സമാധാനം പൂർണ്ണമായി നൽകാൻ കഴിയില്ല. അല്ലാഹുവിനെ ഭയപ്പെടുന്ന മക്കളിലൂടെ അല്ലാതെ കുടുംബത്തിൽ സമാധാനം പുരലില്ലെന്റെ പ്രിയമുള്ള സഹോദര. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, എത്രയെത്ര കുടുംബങ്ങളുണ്ട്, മാതാപിതാക്കളുണ്ട്, കരഞ്ഞു കഴിയുകയാണവർ, കരഞ്ഞു കഴിയുകയാണ്. 18 വയസ്സ് പ്രായമായി കുഞ്ഞുമോളെ വിവാഹം കഴിക്കാനുള്ള സമയം എടുത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഭർത്താവിനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന പിതാവ് നല്ല ഒരുത്തന്റെ കയ്യിലാവണം തന്റെ മകളെ കല്യാണം ചെയ്തേക്കേണ്ടത്, തന്റെ മകളുടെ ഉത്തരവാദിത്വം ഏൽപ്പിക്കേണ്ടത് നല്ല ഒരു ചെറുപ്പക്കാരന്റെ കയ്യിലായിരിക്കണമെന്ന് വാപ്പ ആലോചിക്കുകയും അന്വേഷിക്കുകയും ചെയ്യുന്ന ഘട്ടത്തിലാണ് ഒരു സുപ്രഭാതത്തിൽ തനിക്ക് വെളിച്ചമാകേണ്ട, സന്തോഷമാകേണ്ട മകൾ കണ്ണുനീരായി മാറുന്ന വിവരം പിതാവ് അറിയുന്നത്. എന്തേ കാരണം? നല്ല പോലെ ശ്രദ്ധിക്കണം. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ, തഖ്വയുള്ള ഭാര്യയിലൂടെയല്ലാതെ, തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കുന്ന മക്കളിലൂടെയല്ലാതെ സമാധാനമുള്ള കുടുംബം പുനർജനിക്കുകയില്ലെന്ന് വിശുദ്ധ ഖുർആന പഠിപ്പിക്കുന്നത്. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതുകൊണ്ടാണ് ഒന്നാമതായി ശ്രദ്ധിക്കാൻ പറഞ്ഞത്. വിവാഹം കഴിക്കുമ്പോഴാ ശ്രദ്ധിക്കേണ്ടത്, വിവാഹം കഴിഞ്ഞിട്ടല്ല. കഴിഞ്ഞിട്ട് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. വിവാഹം കഴിക്കുന്നതിന് മുമ്പേ ആരാവണം ജീവിതത്തിന്റെ പങ്കാളി എന്ന് ഓരോ പുരുഷനും തീരുമാനിക്കണം. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് കേട്ടോളൂ നിങ്ങൾ. പുണ്യ നബിയാ പറയുന്നത്, ഈ ദുനിയ കുല്ലുഹാ മതാ, ദുനിയാവ് മുഴുവൻ ചരക്കുകളാണ്, ദുനിയാവ് മുഴുവൻ ഗിഫ്റ്റുകളാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വഖൈറു മതാഇദ് ദുനിയാ അൽ മർഅതു സ്വാലിഹ, ഒരാൾക്ക് ഭൗതികമായി ജീവിതത്തിൽ നിന്ന് ലഭിക്കുന്ന, ഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും നല്ല ഗിഫ്റ്റ് ഏതാണെന്നറിയുമോ? പുണ്യ നബിയാ പഠിപ്പിക്കുന്നത് അൽ മർഅതു സ്വാലിഹ, സ്വാലിഹത്തായ ഭാര്യയാണെന്ന് ഹബീബായി നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പുണ്യ നബി പഠിപ്പിക്കുകയാണ്, സ്വാലിഹത്തായ ഭാര്യയുടെ അടയാളങ്ങൾ എന്താ? സ്വാലിഹത്തായ ഭാര്യ എന്ന് കേട്ടാൽ നമ്മൾ വിചാരിക്കും എല്ലാ ദിവസവും രാത്രി 100 റക്അത്ത് തഹജ്ജുദ് നമസ്കരിക്കുന്ന പെണ്ണെന്നാവും, അല്ലെങ്കിൽ സുബഹിയുടെ മുമ്പെഴുന്നേറ്റ് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന പെണ്ണ് എന്നാകും പുണ്യ നബി വിശകലനം ചെയ്തതെന്നാകും നമ്മൾ വിചാരിക്കുന്നത്. ശ്രദ്ധിച്ചോളൂ, കുടുംബത്തിന്റെ ആദ്യ ശിലകളെ കുറിച്ച് പഠിപ്പിച്ച പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വാലിഹത്തായ പെണ്ണിന്റെ അടയാളം പുണ്യ നബി എണ്ണുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തുതിഉഹു ഇദാ അമറഹാ, ഭർത്താവ് കൽപ്പിച്ചാൽ അക്ഷരം പ്രതി അനുസരിക്കുന്ന പെണ്ണാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കേൾക്കണം, ഒന്നാമത്തെ അടയാളം എണ്ണിയത് തുതിഉഹു ഇദാ അമറഹാ, ഭർത്താവ് കൽപ്പിച്ചാൽ അക്ഷരം പ്രതി അനുസരിക്കുന്ന പെണ്ണാണെന്ന് ഹബീബായി നബിയുനാ റസൂലുള്ളാഹി. അങ്ങനെയുള്ള കുടുംബത്തിലെ സമാധാനമുണ്ടാകൂ, അങ്ങനെയുള്ള കുടുംബത്തിലെ അനുസരണയുള്ള മക്കൾ ഉണ്ടാവുകയുള്ളൂ. ഞാൻ കേവലം ഇന്നലെ ഉണ്ടായ ഒരു അനുഭവം നിങ്ങളോട് വിശദീകരിച്ചോട്ടെ. ഇന്നലെ ഉണ്ടായ അനുഭവം, വീട്ടിനകത്ത് ഭയങ്കര കോലാഹലം, അടിയും പിടിയുമായി. വീട്ടിൽ വെളിയിൽ നിന്നുള്ള ആളുകൾ വീട്ടിലേക്ക് ഓടി വന്ന് നോക്കുമ്പോ നടക്കുന്നത് എന്താ? നടക്കുന്നത് പുറമേ നിന്ന് വന്ന ആളുകൾ കേൾക്കുന്നത്, വീട്ടിലെ തന്റെ പിതാവിനെ 16 വയസ്സുള്ള കുഞ്ഞുമോൻ ചീത്ത വിളിക്കുകയാണ്. ചീത്ത വിളിക്കുന്നു. എന്താ കാരണം? പാപ്പ ഇവനെ അടിച്ചതാണ്. ഇവനിൽ കണ്ട ഒരു മര്യാദക്കേട് പറഞ്ഞു തിരുത്താൻ ശ്രമിച്ചപ്പോ അവൻ പിതാവിനെ നേരെ കയർക്കാൻ തുടങ്ങി. കയർത്തപ്പോ പിതാവ് അവനെ അടിച്ചവൻ പിതാവിനെ ചീത്ത വിളിക്കാൻ വാക്ക് പോലും ഇവിടുന്ന് പറയാൻ പറ്റില്ല, അത്ര മോശമായിട്ടാ ചീത്ത വിളിച്ചത്. ഈ വിഷയം ചർച്ച ചെയ്ത സമയത്ത് ഞാൻ ആ വിഷയം പറഞ്ഞ ആളോട് ചോദിച്ചു, എന്നിട്ട് ഇവൻ ഈ വാപ്പയെ ചീത്ത വിളിക്കുമ്പോ ഭാര്യ അടുത്തുണ്ടായിരുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു, ഉസ്താദേ, മക്കൾ വാപ്പയെ ചീത്ത വിളിക്കാൻ ധൈര്യം കാണിച്ചത് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഭാര്യയുടെ സ്വഭാവം കണ്ട മകൻ ഇത് പഠിച്ചതെന്നാണ്. കാരണം ഭാര്യയാളെ ചീത്ത വിളിക്കാറുണ്ട്. മക്കളുടെ മുമ്പിൽ വെച്ച് നല്ലപോലെ ശ്രദ്ധിക്കണം. മക്കളുടെ മുമ്പിൽ വെച്ച് ഭാര്യ ഭർത്താവിനെ ചീത്ത വിളിച്ചപ്പോൾ മക്കളുടെ കൽബിൽ നിന്ന് വാപ്പയെ കുറിച്ചുള്ള ബഹുമാനം ചോർന്നുപോയി. ഉമ്മയാണ് ഉപ്പയെ ചീത്ത വിളിക്കുന്ന പദങ്ങൾ ഉമ്മയിൽ നിന്നാ മകൻ പഠിച്ചത്. നല്ലപോലെ ആലോചിക്കണം. വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ, അല്ലാഹുവിനെ ഭയപ്പെടുന്ന ഒരു പെണ്ണിൽ നിന്നല്ലാതെ സമാധാനപൂർണമായ കുടുംബമുണ്ടാവുകയില്ലെന്ന് മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അതുകൊണ്ട് വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പുരുഷൻ ശ്രദ്ധിക്കണം, തന്റെ ഭാര്യ സ്വാലിഹത്താവാൻ ശ്രദ്ധിക്കണേ. സ്വാലിഹത്തിന്റെ ഒന്നാമത്തെ അടയാളം തുതിഉഹു ഇദാ അമറഹാ, ഭർത്താവ് കൽപ്പിച്ചാൽ അക്ഷരം പ്രതി അനുസരിക്കുന്നവളാണവൾ. രണ്ടാമത്തതോ ശ്രദ്ധിച്ചോളൂ, പുണ്യനബി പറഞ്ഞു, രണ്ടാമത്തെ അടയാളം സല്ലല്ലാഹു അലൈഹി വസല്ലം തസുറുഹു ഇദാ നദറ ഇലൈഹാ, ഭർത്താവ് തന്നെ നോക്കുമ്പോൾ തന്നെ ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്നവളാണവൾ. സ്വാലിഹത്തായ ഭാര്യയുടെ അടയാളം ഭർത്താവ് നോക്കുമ്പോൾ തന്നെ ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്നവളാണവൾ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി മനഃശാസ്ത്രം ഇപ്പൊ പറയുന്നുണ്ട്,
മനഃശാസ്ത്രം ഏറ്റവും പുതിയ പഠനം എന്താ മനഃശാസ്ത്രം പറയുന്നത്? എല്ലാ കുടുംബത്തോടും പറയുകയാണ്, കുടുംബത്തിലെ സ്ത്രീയും പുരുഷനും എല്ലാ ദിവസവും ഒരു സമയം, ഒരു 5 മിനിറ്റ് സമയമെങ്കിലും പരസ്പരം മുഖത്തോട് മുഖം നോക്കിയിരിക്കാൻ സമയം കണ്ടെത്തണം. എന്നാൽ കുടുംബത്തിലെ ഒട്ടുമുക്കാൽ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടാൻ കഴിയും. അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ടാമത്തെ അടയാളം പറഞ്ഞത് തസുറുഹു ഇദാ നദറ ഇലൈഹാ, ഭർത്താവ് തന്നെ നോക്കുമ്പോൾ തന്നെ ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്നവളാണവൾ. മൂന്നാമത്തെ കാര്യം പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം തഹ്ഫളുഹു ഫീ നഫ്സിഹാ വമാലിഹി വവലദിഹി. തഹ്ഫളുഹു, ഭാര്യ സംരക്ഷിക്കുന്നു, ഫീ നഫ്സിഹാ, തന്റെ സ്വന്തം ശരീരത്തെ, വമാലിഹി, ഭർത്താവിന്റെ സ്വത്തും, വവലദിഹി, ഭർത്താവിന്റെ മക്കളെയും. ഭർത്താവിന്റെ അഭാവത്തിൽ തന്റെ ശരീരവും ഭർത്താവിന്റെ മക്കളെയും ഭർത്താവിന്റെ സമ്പത്തും സംരക്ഷിക്കാൻ കഴിയുന്നവളാണ് സ്വാലിഹത്തായ ഭാര്യയെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 3 സ്വഭാവ ഗുണങ്ങൾ എണ്ണി പഠിപ്പിച്ചുകൊണ്ട് പുണ്യനബി പറഞ്ഞു, നിങ്ങൾ വിവാഹം കഴിക്കുമ്പോഴേ നല്ല കുടുംബമാകണമെന്ന് താല്പര്യമുണ്ടോ? ഈ വിഷയങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, വലിയ സമ്പന്നനാണ് ഒരു നാട്ടിലെ വലിയ സമ്പന്നനാണ്. അയാൾ എടുത്തു പൊക്കിയിരിക്കുന്ന വീട് 2 കോടിയുടെ വീട്. അയാളുടെ വാഹനം 85 ലക്ഷത്തിന്റെ വാഹനം. ഭാര്യയും ഭർത്താവും 2 പേരും വാഹനത്തിലൂടെ യാത്ര ചെയ്യുന്നു. പുറമെ നിന്ന് കാണുന്ന ആളുകൾ അസൂയപ്പെട്ടു പോകും. ടൗണിന്റെ ഹൃദയത്തിലുള്ള സ്ഥലം, വിശാലമായ സ്ഥലം, ആ കോമ്പൗണ്ടിൽ 2 കോടിയുടെ വീട്, 85 ലക്ഷത്തിന്റെ വണ്ടിയിൽ ഭാര്യയും ഭർത്താവും സഞ്ചരിക്കുന്നു. പക്ഷേ 2 പേരുടെയും മനസ്സിനകത്ത് തീയരിയുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ കുടുംബജീവിതത്തിൽ എന്തർത്ഥം എന്റെ പ്രിയമുള്ള സഹോദര? ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം നന്നല്ല. അവരെ 2 പേരുടെയും ഖൽബിന്റെ അകത്തളങ്ങൾ തീയരിയുകയാണ്. സമാധാനപൂർണമായ ജീവിതമല്ല. ഞാൻ ചോദിക്കട്ടെ, ഭൂമിയിൽ എന്ത് സൗകര്യമുണ്ടായിട്ട് എന്താ കാര്യം? ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആൻ നോക്കൂ നിങ്ങൾ. കുടുംബത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം പഠിപ്പിക്കുന്നത് എന്താ? ഖുർആൻ, വിശുദ്ധ ഖുർആൻ ശ്രദ്ധിക്കൂ നിങ്ങൾ. ആയാതിഹി അന ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജാ ലിതസ്കുനൂ ഇലൈഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ശരീരങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അല്ലാഹു ഇണകളെ സൃഷ്ടിച്ചു തന്നത് ലിതസ്കുനൂ ഇലൈഹാ, നിങ്ങൾ അവരിലേക്ക് സമാധാനം പ്രാപിക്കുവാൻ. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, മാസത്തിലൊരിക്കലാ ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലേക്ക് പോവാ, വീട്ടിലേക്ക് എത്തിയാൽ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവലാണോ? സമാധാനം കുറഞ്ഞു പോകലാണോ? നല്ലോ ശ്രദ്ധിക്കണം. ലിതസ്കുനൂ ഇലൈഹാ, കുടുംബജീവിതത്തിന്റെ അടിത്തറ തന്നെ സമാധാനമാണെന്ന് വിശുദ്ധ ഖുർആൻ. ആ സമാധാനം ലഭിക്കേണ്ടത് എവിടെ നിന്നാണ്? ലിതസ്കുനൂ ഇലൈഹാ. സക്കന എന്ന് പറഞ്ഞ ഖുർആൻ പദത്തിന്റെ അർത്ഥം എന്താ അറിയോ? സക്കന എന്ന് പറഞ്ഞാൽ അടങ്ങി എന്നാണ്. ഈ ബോട്ടിലേക്ക് ശ്രദ്ധിക്കൂ നിങ്ങൾ. ഈ ബോട്ടിലെ വെള്ളം ഇപ്പൊ ഒരല്പം പോലും ചാഞ്ചാടുന്നില്ല. അപ്പൊ അത് സക്കന എന്നതിനെ കുറിച്ച് നോക്കൂ. ഞാൻ എടുത്തപ്പോ ഇപ്പോ ഞാനിത് കയ്യിൽ പിടിക്കുകയാണ്. പക്ഷെ ഇത് സാക്കിനല്ല, ഇത് ചെറിയ ചലനമുണ്ട്. ലിതസ്കുനൂ ഇലൈഹാ, ഖുർആന്റെ പദപ്രയോഗം നോക്കണം നിങ്ങൾ. ലിതസ്കുനൂ ഇലൈഹാ, നിങ്ങൾ എന്തിനാണ് ഒരു ഭാര്യയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത്? ലിതസ്കുനൂ ഇലൈഹാ, നിങ്ങൾ അവളുടെ അടുത്തെത്തിയാൽ നിങ്ങൾക്ക് സക്കൻ കിട്ടും, നിങ്ങളുടെ മനസ്സ് ശാന്തമാവും. ഖുർആന്റെ പ്രയോഗം. കുടുംബജീവിതത്തിന്റെ ലക്ഷ്യം അതാണ്. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, നമ്മുടെ ഭാര്യമാരുടെ അടുത്തേക്ക് എത്തുമ്പോൾ നമ്മുടെ മനസ്സ് ശാന്തമാകലാണോ ഇളകി വശാവലാണോ? പലപ്പോഴും പറയാറില്ലേ, ഈ ആഴ്ച ഞാൻ പോവില്ല, അടുത്ത ആഴ്ച പോവാം. എന്താ? കുടുങ്ങിയിട്ട് പോവാ. പല ആളുകളും കുടുങ്ങിയിട്ടാ പോണത്. എന്താ അർത്ഥം? കുടുംബജീവിതത്തിന്റെ ലക്ഷ്യം സാക്ഷാത്കരിക്കാനും കഴിഞ്ഞില്ല. എന്തുകൊണ്ട്? കുടുംബജീവിതത്തിലേക്ക് കടന്നു വരുമ്പോ ശ്രദ്ധിച്ചില്ല. ഒരിക്കലൊരു ചെറുപ്പക്കാരനോട് എന്നോട് പറഞ്ഞു, എനിക്ക് 12 ലക്ഷത്തിന്റെ ഇന്നോവയാണ് സ്ത്രീധനായിട്ട് കിട്ടിയത്. അപ്പൊ വേറൊരുത്തൻ പറഞ്ഞു, ഉസ്താദേ, ഓൻ ആ ബന്ധം തുടർന്നു പോകാൻ സാധ്യത ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ചോദിച്ചെന്താ? ഒരിക്കലും സംസാരിക്കുമ്പോ എന്നോട് പറഞ്ഞു, എന്താടാ ഇന്നോവൊക്കെ കിട്ടിയില്ലേ, ഇനിയിപ്പോ
ഇനിയിപ്പോ ഞാൻ വേറെ കല്യാണം കഴിച്ചാലും കുഴപ്പമൊന്നുമില്ലല്ലോ, ഓളാടന്നോട്ടെ സ്റ്റെപ്പിനായിട്ട്, ഓളെ കാണാൻ അത്ര ചുരുക്കൊന്നുമില്ല എന്ന് അവൻ പറഞ്ഞു. ചുരുക്കില്ലാത്തതുകൊണ്ട് പിന്നെ എന്തിനോട് നീ കിട്ടിയെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, ഞാൻ കുറച്ച് സ്വത്ത് മോഹിച്ച് കിട്ടിയതാണ്, ഞാൻ അല്പം സ്വത്ത് മോഹിച്ച് കിട്ടിയതാണ്. ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, ആദ്യ പടിയിൽ നമ്മൾ ശ്രദ്ധിച്ചില്ലേ, ജീവിതം മുഴുവൻ നമ്മൾ കരയേണ്ടി വരും. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചോ, പെണ്ണിനോട് പറഞ്ഞോ, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പല രീതിയിലുമുള്ള വീക്ഷണങ്ങളും നമ്മുടെ സമൂഹത്തെ ആകെ വന്ന് വലയം ചെയ്തിട്ടുണ്ട്. പെണ്ണിനോട് പുണ്യ നബി പറഞ്ഞെന്താ? കുടുംബ ജീവിതത്തിൽ വിജയിക്കണോ, നീ നിന്റെ ഭർത്താവിനെ തെരഞ്ഞെടുക്കുമ്പോ ശ്രദ്ധിക്കണം. മഹാനായ നബിയുനാ റസൂലുള്ളാഹി പലപ്പോഴും പെണ്ണിനോട് പറയുന്നതിന് പകരം പുണ്യ നബി പെണ്ണിന്റെ പിതാവിനോടാ പറഞ്ഞത്, രക്ഷിതാവിനോടാ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്. എന്താ കാര്യം? ഇപ്പൊ കേരളത്തിൽ പ്രമാദമായ ഒരു വിഷയം നടക്കുന്നുണ്ടല്ലോ, കേസ്. കേരള ഗവൺമെന്റിനെ പോലും പ്രതികൂട്ടിൽ നിർത്തിയിട്ട് പ്രമാദമായ ഒരു കേസിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. അന്വേഷണങ്ങൾ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ആ വിഷയത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഏറ്റവും വലിയ പ്രതിയായിരുന്ന ഒരാൾ, ആ ആൾ ആദ്യം വിവാഹം ചെയ്ത പെണ്ണിനെ കൊല ചെയ്തു എന്ന് അയാൾ സമ്മതിച്ചല്ലോ. കൊല ചെയ്തു. ഈ പെണ്ണ് ഇയാളുടെ ജീവിതത്തിലേക്ക് എങ്ങനെയാ കടന്നു വന്നത്? ലോകം ഇവിടെ പഠിക്കേണ്ട ഒരുപാട് പാഠങ്ങളുണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ. അള്ളാഹുവിന്റെ ഹബീബ് 14 നൂറ്റാണ്ട് മുമ്പ് പറഞ്ഞ കാര്യം എത്ര സത്യം. എന്നിട്ട് ഞാൻ ആലോചിച്ചു നോക്കുന്നത്, പല ആളുകളുടെയും കണ്ണ് തുറപ്പിക്കാൻ ഇതൊന്നും പര്യാപ്തമായില്ലല്ലോ. ഇപ്പോഴും പറഞ്ഞെന്താ അറിയോ? ഒരു സ്ത്രീയും പുരുഷനും വിവാഹപൂർവമായി അവർ നടത്തിയ ലൈംഗിക ബന്ധം അവരുടെ വിവാഹമായി കണക്കാക്കാം. ഞാൻ ചോദിക്കട്ടെ, സമൂഹത്തിന്റെ അടിത്തറ തകർന്നു പോകില്ലേ? ഒരു വിധി പറയുമ്പോ രാജ്യത്തെ തന്നെ ആകമാനം ബാധിക്കാവുന്ന ഒരു വിധിയാകുമ്പോ ശ്രദ്ധിച്ചല്ലേ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ പറയേണ്ടത്. ഈ പെണ്ണ് ഈ പ്രതിയുമായുള്ള പ്രേമബദ്ധരായപ്പോ കുടുംബ എതിർത്തല്ലോ. കുടുംബ എതിർത്തപ്പോ ഈ പെണ്ണവന്റെ കൂടെ ഒളിച്ചോടിപ്പോയി എന്ന് പത്രങ്ങൾ എഴുതിയില്ലേ? പെണ്ണിനെ തട്ടിക്കൊണ്ടുപോയി. പെണ്ണച്ഛനമ്മയെ വഴിമാറ്റി അവരെ മാറ്റി നിർത്തിയിട്ട് അവന്റെ കൂടെ പോയി. എന്നിട്ട് പത്രങ്ങൾ ഇപ്പോഴായി എഴുതുന്നത് ആ പെണ്ണ് കാലെടുത്ത് വെച്ചത് വൻ ദുരന്തത്തിലേക്കായിരുന്നുവെന്ന്. ആ ദുരന്തത്തിൽ പെണ്ണ് പോയി പെടാതിരിക്കാനാ അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധമായ ദീൻ പെണ്ണിന്റെ കാര്യം പറഞ്ഞപ്പോഴൊക്കെ പിതാവിന്റെ കയ്യിൽ ആ കാര്യം ഏൽപ്പിച്ചത്. കാരണം കേവലം 16-18 വയസ്സു പ്രായമായ പെണ്ണിന് തന്റെ ജീവിതത്തിന്റെ പങ്കാളിയായി ആര് വരണമെന്ന് തീരുമാനിക്കാൻ അവരുടെ പ്രായത്തിലെ ചിന്ത ഒരുപക്ഷെ അവൾക്ക് വ്യക്തമായി തെരഞ്ഞെടുക്കാനുള്ള അവരുടെ പ്രായത്തിന്റെ പക്വത അതിന് മാത്രം എത്തിയിട്ടില്ലാത്തത് കൊണ്ട് വ്യക്തമായൊരു ജീവിത പങ്കാളിയെ അവൾക്ക് തെരഞ്ഞെടുക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിതാവിനെ ഏൽപ്പിച്ചു. റസൂലുള്ളാഹി പറഞ്ഞു, ഇൻ ജാഅകും മൻ തർലൗന ദീനഹു വ ഖുലുഖ ഫസവ്വിജു. ഇൻ ജാഅകും നിങ്ങളുടെ അടുത്ത് വന്നാൽ മൻ തർലൗന ദീനഹു വ ഖുലുഖ നല്ല മതബോധമുള്ള സൽസ്വഭാവമുള്ള ചെറുപ്പക്കാർ, ആ ചെറുപ്പക്കാരെ നിങ്ങൾ കണ്ടെത്തിയാൽ ഫസവ്വിജു അത്തരത്തിലുള്ള ആളുകൾക്ക് നിങ്ങളുടെ മക്കളെ നിങ്ങൾ കല്യാണം ചെയ്തു കൊടുക്കേണ്ടത് ഏറെ പ്രസക്തമാണിത്. നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് ചിന്തിച്ച കാര്യമില്ലല്ലോ. പുതിയാപ്പിള മോശമായി പോയി, അയാള് മകളെ നോക്കുന്നില്ല. മകളെ നോക്കുന്നവനാണോ? പടച്ച റബ്ബിനെ പേടിയുള്ളവനാണോ? അള്ളാഹുവിനെ പടച്ച റബ്ബിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് തന്റെ ഭാര്യയാകുന്ന പെണ്ണിനെ ഏറ്റെടുക്കുമ്പോ അള്ളാഹുവിനെ ഭയപ്പെട്ട പെണ്ണിനെ ഏറ്റെടുത്തു വളർത്താൻ സംരക്ഷിക്കാനുള്ള ബോധമുള്ളവനാണോ ഇവനെന്ന് ശ്രദ്ധിക്കേണ്ടത് എപ്പോഴാ? വിവാഹം കഴിയുന്നതിന് മുമ്പ്. ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ നിങ്ങളോട്, ജീവിതത്തിലുണ്ടായ വലിയൊരു അനുഭവമുണ്ട്. ഒരിക്കൽ ഒരു കുടുംബത്തിൽ രണ്ടുപേര് തമ്മിൽ ചർച്ച നടക്കുന്ന സമയത്ത് ഇയാൾ പറഞ്ഞു, മറ്റേ ആളുടെ കുടുംബത്തിലേക്ക് ഒരു വിവാഹാന്വേഷണം ഉണ്ട്, അത് ഈ ആൾ അറിയുന്ന ആളാണ്. അപ്പൊ ഇയാളോട് ഇയാൾ ചോദിച്ചു, നമുക്ക് ആ ബന്ധം എങ്ങനെയെന്ന് ചോദിച്ചു. അപ്പൊ ആ കുടുംബത്തിലെ ഇന്നാലിന്ന ആളെ നമ്മൾ പുതിയാപ്പിള എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ ഇയാൾ പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് വേണ്ട. അപ്പൊ ഇയാളോട് ചോദിച്ചു, നിങ്ങൾ അങ്ങനെ പറയണമെന്ന്. വീണ്ടും അയാൾ പറഞ്ഞു, നിങ്ങൾക്കത് വേണ്ടെന്ന് പറഞ്ഞു. പിന്നെയും ചോദിച്ചു, നിങ്ങൾ എന്താ അങ്ങനെ പറയുന്നത്? അപ്പൊ പറഞ്ഞു, നിങ്ങൾക്കത് വേണ്ട. നിർബന്ധിപ്പിച്ചു. ഇയാൾ പറഞ്ഞു, അയാൾ ഇടക്കിടക്ക് കുടിക്കാറുണ്ട് എന്ന് പറഞ്ഞു. കുടിക്കാറുണ്ടെന്ന് പറഞ്ഞപ്പോ ഈ പെണ്ണിന്റെ ആങ്ങളെ തൊട്ടടുത്തുണ്ട്. ആങ്ങളെ ഉടനെ ചോദിച്ചത്ര, വാപ്പ മരിച്ചു പോയിട്ടുണ്ട്. ആങ്ങളെ ചോദിച്ചത്ര ഇവനോട്, ഈ പറഞ്ഞ ആളോട് എന്നും കുടിക്കാറുണ്ടോന്ന് ചോദിച്ചു. എന്നും കുടിക്കാറുണ്ടോ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, എന്നും കുടിക്കാറില്ല. എന്നും കുടിക്കണം ഞാൻ അറിയില്ല, ഇടക്കൊക്കെ കുടിക്കാറുണ്ട്.
അപ്പൊ ആങ്ങളെ പറഞ്ഞത്ര എന്നും കുടിക്കുകയാണെങ്കിലേ പ്രശ്നമുള്ളൂ, ഇടക്കൊക്കെ കുടിക്കുകയാണെങ്കിൽ പ്രശ്നമല്ലേ, കുടിക്കണമെന്ന് വീട്ടിലേക്ക് വരണ്ടെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അപ്പൊ അന്വേഷിച്ച് നോക്കുമ്പോഴാണ് അളിയനും കുറച്ച് കുടിക്കുന്ന ആളാണ്. അപ്പൊ യോജിച്ച പുതിയാപ്പിളിനെ കിട്ടിയ. ഞാൻ ചോദിക്കട്ടെ, മുറുകുടിയനാണ്. നമ്മൾ വിവാഹ ശേഷമല്ല അന്വേഷിക്കേണ്ടത്, വിവാഹത്തിന് മുമ്പേ നമ്മൾ അന്വേഷിക്കണം. വിവാഹത്തിന് മുമ്പേ നമ്മൾ ശ്രദ്ധിക്കണം, മതബോധമുണ്ടോ, സൽസ്വഭാവമുണ്ടോ. ഇന്നത്തെ പെണ്ണുങ്ങളുടെയൊക്കെ ഇന്നത്തെ വളർന്നു വരുന്ന പെൺകുട്ടികളുടെ ഈ വിഷയത്തിലുള്ള രീതിയൊക്കെ മാറിപ്പോയുള്ള കാരണം എന്താ? മാറ്റിയത് പലരുമാണ് അല്ലേ? എന്നോട് ഒരു പെണ്ണുകാണൽ ചടങ്ങിനെ കുറിച്ച് ഒരാൾ പറഞ്ഞു. പെണ്ണുകാണൽ ചടങ്ങൊക്കെ കഴിഞ്ഞു വന്നു, ചെറുപ്പക്കാരനെ പെണ്ണിനെ നല്ല ഇഷ്ടമായിട്ടുണ്ട്. പെണ്ണിനോട് ചോദിച്ചു, ഇപ്പൊ ബ്രോക്കർ വിളിച്ചിട്ട് ചോദിച്ചു പുതിയാപ്പിളോട് എങ്ങനെ? അപ്പൊ പറഞ്ഞു വിവാഹമാവാം, കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പെണ്ണിനോട് പെണ്ണിന്റെ വാപ്പ ചോദിച്ചത്രേ, എങ്ങനെയുണ്ട്, നിനക്ക് വിവാഹം നടത്തിക്കോട്ടെ, അവനെ നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ പെണ്ണ് പറഞ്ഞത്രേ, എനിക്കവൻ ഇഷ്ടമായിട്ടില്ല. അപ്പൊ വായ്പ ചോദിച്ചു, എന്താ കാരണം? അപ്പൊ പറഞ്ഞത്രേ, ഓന് തുണി ഉടുത്തിട്ടാ പെണ്ണ് കാണാൻ വന്നത്. ഇന്ന് വല്ല ചെറുപ്പക്കാരുണ്ടോ തുണി ഉടുത്ത് പെണ്ണ് കാണാൻ പോണോലെ? നിങ്ങൾ ചിന്തിക്ക്. ഞാൻ സമൂഹത്തിലെ ഉണ്ടായൊരനുഭവം, ഒരു വർഷം മുമ്പ് ഒരു കുടുംബത്തിലെ ആൾ എന്നോട് പറഞ്ഞതാണ്. സമൂഹത്തിലെ ധാരണ മാറി. ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ നിങ്ങളോട്, ഇങ്ങനെയുള്ള വികലമായ ചിന്തയിൽ നിന്ന് ഒരുമിച്ച് കൂടുന്ന കുടുംബത്തിലെ സ്ത്രീയും പുരുഷനിൽ നിന്നും ഒരിക്കലും സംസ്കാര സമ്പന്നമായ ഒരു കുടുംബത്തെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, നല്ല നമ്മൾ ചെറുപ്പത്തിലെ പറയാറില്ലേ, വിത്ത് ഗുണം 10 ഗുണം, വിത്ത് ഗുണം 10 ഗുണം. നമ്മുടെ വിഷയം എന്താ? നമ്മുടെ വിഷയം നമ്മുടെ വിഷയം മാതൃകാ കുടുംബം പരിവർത്തനത്തിന്റെ ആദ്യ പാഠശാല എന്നാണ്. ആർക്കാണ് പാഠമാകുന്നത്? അല്ലെങ്കിൽ ആദ്യ പാഠശാലയിൽ നിന്ന് വളർന്നു വരേണ്ടതാരാ? മക്കളാണല്ലോ. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധിച്ചോളൂ. എന്തുകൊണ്ട് സമൂഹം മോശമാകുന്നുവെന്ന് ചോദിച്ചാൽ ഉത്തരം ഒന്ന് മാത്രമാണ്, മാതാപിതാക്കൾ മോശമായി എന്നാണ്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറെ ഈ വിഷയം ചർച്ച ചെയ്യാൻ മാത്രമുള്ള സമയം നമ്മുടെ മുമ്പിലില്ലല്ലോ. വളരെ പ്രസക്തമായി ചില ഭാഗത്തേക്ക് നമ്മൾ കടന്നു വരികയാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വളരെ പ്രസക്തമായ ഒരു ഹദീസ് ശ്രദ്ധിച്ചോളൂ. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര ഫഅബവാഹു യുഹബ്ബിദാനിഹി ഔ യുനസ്റാനിഹി ഔ യുമജ്ജിസാനി. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, എല്ലാ കുഞ്ഞുങ്ങളും ജനിച്ചു വീഴുന്നത് സുന്ദരമായ പ്രകൃതത്തിന്റെ മേലിലാണ്. ഫഅബവാഹു, അവന്റെ മാതാപിതാക്കളാണ്. യുഹബ്ബിദാനിഹി ഔ യുനസ്റാനിഹി ഔ യുമജ്ജിസാനി, അവന്റെ മാതാപിതാക്കളാണ് അവനെ നാശമാക്കി കളയുന്നതുണ്ട്. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ നല്ല ഒരു തലമുറയെ നമ്മൾ ആഗ്രഹിക്കുന്നവോ, ആദ്യം നന്നാവേണ്ടതാരാ? ആദ്യം നന്നാവേണ്ടത് ഈ തലമുറയെ സൃഷ്ടിക്കുന്ന മാതാവും പിതാവുമാണ്. നല്ലപോലെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ ഏതൊരു സമൂഹത്തിന്റെയും ആദ്യത്തെ പാഠശാല ആ സമൂഹത്തെ ജനിപ്പിക്കുന്ന പിതാവാണ്, മാതാവാണെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ഈ വിഷയമായി നിങ്ങൾ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്, മനഃശാസ്ത്രജ്ഞന്മാർ നടത്തിയ ഒരു പഠനം, 2 കുട്ടികൾ ജനിച്ച പാടെ ഈ 2 കുട്ടികളെ ഒരു പ്രത്യേകമായ റൂമിനകത്ത്, പ്രത്യേകമായി സംവിധാനം ചെയ്ത റൂമിനകത്ത് ഈ 2 കുട്ടികളെയും അടച്ചുപൂട്ടി അവർക്ക് സമയമാകുമ്പോ അവർക്ക് ആവശ്യമായ പോഷകാഹാരങ്ങൾ ആ കുട്ടികൾക്ക് എത്തിച്ചു കൊടുക്കും. ഈ കുട്ടികൾ വളർന്നു 12 വയസ്സ് പ്രായമാകുന്നത് വരെ റൂമിനകത്ത് അവരെ അടച്ചുപൂട്ടി വളർത്തി. 12 വയസ്സ് കഴിഞ്ഞപ്പോഴും ഈ 2 കുട്ടികൾക്കും ഒരക്ഷരം പോലും സംസാരിക്കാൻ അറിയുന്നില്ല. ഈ കുട്ടികൾക്ക് ഒരു കാര്യവും അവർക്ക് സ്വയം ചെയ്യേണ്ടത് എങ്ങനെയെന്ന് അവർക്ക് മനസ്സിലായില്ല. 12 കൊല്ലമായപ്പോ മനഃശാസ്ത്രജ്ഞന്മാർ പഠിപ്പിക്കുന്നത്, നിങ്ങൾ ആലോചിക്കൂ, നമുക്കിടയിൽ 12 വയസ്സായ കുട്ടികൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു. ഈ 12 വയസ്സായ കുട്ടിക്ക് ഈ കാര്യങ്ങൾ മുഴുവൻ ചെയ്യാനുള്ള അവന്റെ അറിവ്, അവന്റെ പക്വത, അല്ലെങ്കിൽ അവനാവശ്യമായ അനുഭവങ്ങൾ എവിടുന്ന് കിട്ടി? ആദ്യമായി കിട്ടിയത് അവന്റെ പിതാവിൽ നിന്നും മാതാവിൽ നിന്നുമാണ്. അവന്റെ മാതാവിൽ നിന്ന് ഏറെ പ്രസക്തവും അവന്റെ മാതാവ് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കുടുംബത്തെ കുറിച്ച് പറഞ്ഞപ്പോ പുണ്യനബി പറഞ്ഞ എന്താ? പെണ്ണ് നന്നാവണം, പെണ്ണ് നന്നാവണം, പെണ്ണ് നന്നാവണം. ഒരു ഹദീസ് ഇപ്രകാരം വായിക്കാനും കഴിയും നമുക്ക്. അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഭാര്യ നിങ്ങളുടെ കൃഷിസ്ഥലമാണ്. എന്തൊരു വാക്കാണത്! ഭാര്യ നിങ്ങളുടെ കൃഷിസ്ഥലമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃഷി ചെയ്യുന്ന സ്ഥലം ഏത് രീതിയിലുള്ളതാണെന്ന് ശ്രദ്ധിച്ചു വേണം നിങ്ങൾ കൈകാര്യം ചെയ്യാനെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബ് ഒരു മനഃശാസ്ത്രപരമായ സമീപനത്തിലൂടെ വലിയൊരു കാര്യം നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് എപ്പോഴും തലമുറയുടെ കാര്യം പറഞ്ഞപ്പോ, കുടുംബം നന്നാകുന്ന കാര്യം പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ ഹബീബ് എടുത്തു പറഞ്ഞത് പെണ്ണു നന്നാവണേ, പെണ്ണു നന്നാവണേ, പെണ്ണു നന്നാവണേ എന്നാണ്. എന്തുകൊണ്ടാ പെണ്ണു നന്നാവണം എന്ന് പറഞ്ഞത്? കുടുംബത്തിലെ നാഥയായ ഉമ്മ നന്നാവണമെന്ന് പറഞ്ഞത് എന്താ? ആ കുടുംബത്തിലെ കുട്ടികളേറെ സമയവും ചെലവഴിക്കുന്നത് ഭാര്യമാരുടെ കൂടെയാണ്, ഉമ്മയുടെ കൂടെയാണ്, അല്ലേ? ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, നിങ്ങളുടെ കുടുംബം, പലരുടെയും കുടുംബം നാട്ടിലല്ലേ? നിങ്ങളൊക്കെ നിങ്ങളുടെ മക്കളെ ജീവിതത്തിൽ എത്ര സമയം കണ്ടിട്ടുണ്ടാവും? നിങ്ങളൊക്കെ ജീവിതത്തിൽ നിങ്ങളുടെ മക്കളെ എത്ര സമയം കണ്ടിട്ടുണ്ടാകും? വളരെ വിരളമല്ലേ നമ്മൾ കണ്ട സമയം. എന്നാൽ നമ്മുടെ മക്കൾ അധിക സമയവും ചെലവഴിക്കുന്നത് ആരുടെ കൂടെയാണ്? ഉമ്മയുടെ കൂടെയാണ്. ജീവിതത്തിൽ ആ ഭൂമിയിലേക്ക് കടന്നു വരുന്ന ഘട്ടത്തിൽ ആദ്യം ഈ കുട്ടി കാണുന്നത് ആരെയാ? മാതാവിനെയാണ്. മാത്രല്ല, ഇന്ന് വൈദ്യശാസ്ത്രം ആ കാര്യം സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മാതാവിന്റെ സ്വഭാവം മക്കളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട്. പഠന വിധേയമാക്കേണ്ടതാണ്. എവിടെ മുതലാ? കുട്ടി ജനിച്ചത് മുതലല്ല. ഈ കുട്ടി 10 മാസവും കിടക്കുന്നത് എവിടെയാ? ഗർഭപാത്രത്തിലാണ്. ഉമ്മയുടെ ഗർഭപാത്രത്തിൽ. പിതാവിന്റെ ഇന്ദ്രിയത്തുള്ളി ഉമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് കടന്നത് മുതൽ കുഞ്ഞായി ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്നവരെ ഈ കുട്ടി കിടക്കുന്നത് മാതാവിന്റെ ഗർഭപാത്രത്തിലാണ്. അതുകൊണ്ട് എവിടെയാണോ ഈ കുട്ടി കിടന്നത്, ആ കിടന്ന സ്ഥലം ഈ കുട്ടിയെ വല്ലാതെ സ്വാധീനിക്കും. അല്ലാഹുവിന്റെ ഹബീബിന്റെ വചനങ്ങൾ ഏറെ പ്രസക്തമാണ് എന്റെ സഹോദര. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്യുൻ. ഖുർറത അയ്യുൻ എന്ന് രണ്ടാമതാണല്ലോ മക്കളെ കുറിച്ച് പറഞ്ഞത്. ഖുർറത അയ്യുൻ, കൺകുളിർമയേകുന്ന മക്കളുണ്ടാകണോ, കൺകുളിർമയേകുന്ന ഭാര്യമാരുണ്ടാകണമെന്നാണ് അതിന്റെ മുന്നോടിയായി ഖുർആൻ പഠിപ്പിച്ചത്. എന്തുകൊണ്ട്? 10 മാസവും കിടക്കുന്നത് ഈ ഗർഭത്തിനകത്താണ്, അത് ഈ ഗർഭപാത്രത്തിലാണ്. അതുകൊണ്ട് ആ ശരീരത്തിന്റെ സ്വഭാവം ഈ കുട്ടിയിൽ വല്ലാതെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടാവും. ഞാൻ ചോദിക്കട്ടെ, മെനിഞ്ഞാന്ന് ഞങ്ങൾ ടേബിളിന് ചുറ്റും ഇങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അതിൽ 2-3 ആളുകൾക്ക് പഞ്ചസാരയുള്ള സാധനമൊന്നും പറ്റില്ല. അപ്പൊ അതിലെ എന്നെ പോലെ തന്നെ വേറെ ചെറുപ്പക്കാരനുണ്ട്. ചെറുപ്പക്കാരുണ്ടായപ്പോ ഞാൻ ചോദിച്ചു, മധുരം പറ്റില്ല എന്ന് വെച്ചപ്പോ എന്നോട് പറഞ്ഞു, അത് എനിക്ക് 24-ാമത്തെ വയസ്സിൽ വന്നിട്ടുണ്ട്, പാരമ്പര്യമാണ് എന്ന് പറഞ്ഞു. പാരമ്പര്യമാണ് അവൻ പറഞ്ഞത്, പാരമ്പര്യമാണ്. എന്ത്? ഷുഗർ. എന്നിട്ട് എന്നോട് പറഞ്ഞു, എനിക്ക് പ്രഷറുമുണ്ട്. എന്റെ വാപ്പ മരണപ്പെട്ടത് ഷുഗറും പ്രഷറും കൊളസ്ട്രോളും വന്നിട്ടാണ്. മാരകമായ രോഗത്തിൽ കിടന്ന ഉപ്പ മരിച്ചത്. എന്നിട്ട് പറഞ്ഞു, എനിക്ക് 24-ാമത്തെ വയസ്സിൽ അത്ര നേരത്തെ വരാൻ കാരണം എന്റെ വാപ്പക്ക് അതുള്ളത് കൊണ്ടാണ്. പിന്നെ ഇവൻ പറഞ്ഞു, എന്റെ ഉമ്മാക്കുണ്ടായിരുന്നു. വൈദ്യശാസ്ത്രം പറയുന്നത് എന്താ? വൈദ്യശാസ്ത്രം പറയുന്നത്, വാപ്പാക്ക് ഷുഗർ ഉണ്ടായിരുന്നെങ്കിൽ മകന് ഷുഗർ വരാനുള്ള സാധ്യത 60%. വാപ്പാക്ക് ഉമ്മാക്ക് ഷുഗർ ഉണ്ടായിരുന്നെങ്കിലോ 100% ആ മക്കൾക്ക് ഷുഗർ വരാനുള്ള സാധ്യത. എന്താ പറയുന്നത്? ശാരീരികമായ പിതാവിന്റെ മാതാവിന്റെ സ്വഭാവം മക്കളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട്. എവിടെ വെച്ച്? ഉമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച്. ഞാൻ ചോദിക്കട്ടെ, അപ്പൊ സ്വഭാവമോ? ശരീരത്തിന്റെ ഘടകം കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അതേപോലെ സ്വഭാവം കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, മാനസിക വിഭ്രാന്തിയുള്ള വാപ്പയുടെ മക്കളാണെങ്കിൽ അവർക്ക് മാനസിക വിഭ്രാന്തി ഉണ്ടാവാനുള്ള സാധ്യത വളരെയേറെയാണ്. അതേപോലെ മാനസികമുള്ള ഉമ്മയാണെങ്കിൽ ആ ഉമ്മാക്ക് മാനസികമുള്ള ഘട്ടത്തിൽ ജനിച്ച കുഞ്ഞിന് മാനസികമുണ്ടാകാനുള്ള സാധ്യത വളരെ ഏറെയാണ്. അപ്പൊ എന്താ പഠിപ്പിക്കുന്നത്? മനസ്സിന്റെ സ്വഭാവം പോലും ഗർഭപാത്രത്തിലിരിക്കുന്ന കുട്ടിയുടെ ശരീരത്തിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ദുസ്വഭാവിയാണ് ഭാര്യയെങ്കിൽ, ദുസ്വഭാവിയാണ് പിതാവെങ്കിൽ ആ ദുസ്വഭാവം ഈ കുട്ടിയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുമെന്ന് പറയേണ്ടതുണ്ടോ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ,
അതുകൊണ്ടല്ല അല്ലാഹുവിന്റെ ഹബീബ് മാതൃകാപരമായ സമാധാനപൂർണമായ കുടുംബം ഭൂമിയിൽ നിലനിൽക്കാൻ പുണ്യനബി പറഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുടുംബത്തിന്റെ അടിത്തറയാകുന്ന സ്ത്രീയും പുരുഷനും നന്നാവലാണെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ഇത് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് മക്കൾ നന്നാവണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടോ? ഉമ്മമാരുണ്ടോ? മക്കളെ ഗർഭം ധരിച്ചിരിക്കുന്ന കാലഘട്ടം ഏറെ ശ്രദ്ധിക്കേണ്ട കാലഘട്ടമാണ്. അതാണ് പണ്ട് കാലത്തൊക്കെ സമൂഹത്തിലുള്ള നമ്മുടെ കുടുംബത്തിൽ വലിയുമ്മമാരുണ്ടായിരുന്നു. ഇന്നിപ്പോ അങ്ങനെയല്ലെന്ന് അണുകുടുംബമാണ്. അണുകുടുംബം എന്നാൽ കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ വീടിന് കുറ്റിയടിച്ചിട്ട് ഒരു കുട്ടിയാകുമ്പോഴേക്ക് വീട് മാറിപ്പോയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇവരെ ഉപദേശിക്കാൻ ആളുകളില്ല. പണ്ടൊക്കെ കുടുംബത്തിലെ ഏറ്റവും പ്രായമുള്ള ഉമ്മ പ്രായമായ അല്ലെങ്കിൽ ഗർഭിണിയായ മോളെ വിളിച്ചുകൊണ്ട് ഉപദേശിക്കുന്ന സമയത്ത് എന്താ പറയാ? മോളെ, നീ ഗർഭിണിയാ, അതുകൊണ്ട് മോളെ നീ ശ്രദ്ധിക്കണം, കളവ് പറയരുത്, മോളെ എല്ലാ നന്മയും ചെയ്യണം, ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കണം, മോളെ നല്ലതു മാത്രം ചിന്തിക്കണം, നല്ലതു മാത്രം പറയണം. എന്താ കാരണം? ഇതൊക്കെ ഈ കുട്ടിയിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. അതുകൊണ്ടല്ലേ ഭാര്യ ഗർഭിണിയാണെന്ന് അറിഞ്ഞാൽ ഭർത്താവ് കൂടെ ചെന്ന ഭർത്താവിനെ ഡോക്ടർ അടുത്തേക്ക് വിളിച്ചിട്ട് എന്താ പറയാ? പിന്നെ ഭാര്യ ഗർഭിണിയാ, അവളോട് ഭാരമുള്ള ജോലി ചെയ്യിപ്പിക്കരുത്, പിന്നെ അവളെ ടെൻഷൻ ആക്കരുത്. ഡോക്ടർമാർ പറയാറില്ലേ, ടെൻഷൻ ആക്കരുത്. എന്താ? അത് ഗർഭത്തിലുള്ള കുട്ടിയെ ബാധിക്കുന്നു എന്നർത്ഥം. ചിന്തിക്കണം നിങ്ങൾ. ഇത് മാത്രമല്ല, സ്വഭാവങ്ങളും കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ടാ പുണ്യനബി പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം, നല്ല കുടുംബത്തെ ആഗ്രഹിക്കണോ? നല്ല പെണ്ണിൽ നിന്നല്ലാതെ നല്ല കുടുംബം നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ലെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല, ഒരു കുട്ടി ജനിച്ചു വീണ് കഴിഞ്ഞാലോ നല്ലോ ശ്രദ്ധിക്കണം. ജനിച്ചു വീണ് കഴിഞ്ഞാൽ ഈ കുട്ടി ഏറെ സമയം ചെലവഴിക്കുന്നത് ആരുടെ കൂടെയാണ്? ഉമ്മയുടെ കൂടെയാണ്. അപ്പൊ ഈ കുട്ടി മാത്രമല്ല, ഒരു മനഃശാസ്ത്രജ്ഞന്റെ വാക്കുകൾ ഏറെ പ്രസക്ത. പണ്ട് ഒരു തമാശ എന്നോണം പറയാറുണ്ട്. തമാശ പറഞ്ഞതാണോ കാര്യം പറഞ്ഞതോ എനിക്കറിയില്ല. ഏതായാലും ഞാൻ കേട്ടിട്ടുണ്ട്, രണ്ടുപേർ വിവാഹിതരായ ആളുകൾ. ഒന്ന് പുരുഷൻ, അയാൾ മഹാ പോക്കറ്റ് അടിക്കാരനാണ്. ടൗണിലൊക്കെ നടന്നിട്ട് പോക്കറ്റ് അടിക്കും, ആളുകളുടെ പോക്കറ്റ് അടിക്കും. ഇയാളൊരു ഭാര്യ ഇങ്ങനെ അന്വേഷിച്ചപ്പോ ഇയാൾക്ക് യോജിച്ചൊരു തുണയെ കിട്ടണല്ലോ. മൂപ്പർ ഇങ്ങനെ അന്വേഷിച്ച് നടന്നു. അങ്ങനെ അവസാനം ഇയാൾക്കൊരു ഒത്ത ഭാര്യയെ കിട്ടി, പോക്കറ്റ് അടിക്കാരായ ഒരു പെണ്ണിനെ. അങ്ങനെ രണ്ടുപേരും കുഫുവത്തു, കല്യാണം കഴിഞ്ഞ ബന്ധത്തിൽ ഭാര്യ പെണ്ണ് ഗർഭിണിയായി പ്രസവത്തിന് വേണ്ടി ഹോസ്പിറ്റലിൽ ചെന്നു. തമാശയാണെങ്കിലും ഇത് ഏറെ ഒരുപാട് ചിന്തനാർഹമായ കാര്യങ്ങൾ ഇതിൽ പഠിക്കാനുണ്ട്. ഹോസ്പിറ്റലിൽ ചെന്നു, പ്രസവ വാർഡിലേക്ക് പെണ്ണിനെ പ്രവേശിപ്പിച്ചു. അങ്ങനെ ഹോസ്പിറ്റലിൽ വെച്ച് പ്രസവം നടന്നു. അല്പസമയം കഴിഞ്ഞു, പ്രസവിച്ച പെണ്ണിനെ വാർഡിലേക്കാക്കി, കുട്ടിയെയും വാർഡിലേക്ക് കൊണ്ടുവന്നു. പ്രസവമൊക്കെ കഴിഞ്ഞു നോക്കുന്ന സമയത്ത് ഈ പ്രസവത്തിൽ പങ്കാളിയായിരുന്ന ഒരു നേഴ്സിന്റെ മാല കാണാനില്ല. ആകെ ചർച്ചയായി നേഴ്സുമാർക്കിടയിൽ. അങ്ങനെ നേഴ്സുമാർക്കിടയിൽ എല്ലാവരും പല സ്ഥലത്തും അന്വേഷിച്ചു. വീണു പോയതായിരിക്കും ഒക്കെ ശ്രദ്ധിച്ചു, എവിടെയും കാണാറില്ല മാല. അവസാനം ഒരു നേഴ്സ് വന്നിട്ട് ഈ കുട്ടിയെ ഇങ്ങനെ ജനിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ ശരീരമൊക്കെ ഒഴിഞ്ഞു പാകപ്പെടുത്തും. അപ്പൊ എങ്ങനെ ഒരു കൈ പിടിച്ചിട്ട് എങ്ങനെ ഒരു കൈ നിവർത്തി വെക്കുമ്പോ നിവർത്തി, മറ്റൊരു കൈ എങ്ങനെ പിടിച്ച് നിവർത്തിയിട്ട് നിവരുന്നില്ല, വിരലൊക്കെ അങ്ങനെ തന്നെ. അപ്പൊ 4-5 നേഴ്സുമാരൊക്കെ കൂടി പിടിച്ചു വലിച്ച് നിവർത്തി നോക്കുന്ന സമയത്ത് നഷ്ടപ്പെട്ടു പോയ നേഴ്സിന്റെ മാല ഈ കുട്ടിയുടെ കയ്യിലുണ്ട്. അപ്പൊ മൂപ്പർ എന്താ ചെയ്താരോ? ഈ കുട്ടി മാതാവിന്റെ ഗർഭപാത്രത്തിൽ നിന്ന് വരുമ്പോ തന്നെ മൂപ്പർ ആദ്യം ചെയ്തത് പോക്കറ്റ് അടിയാണ്. കാരണം വാപ്പിമ്മയും പോക്കറ്റ് അടിക്കാരായിരുന്നു. വളരെ പ്രസക്തമാണ്. തമാശയിലാണ് ഇത് പറയാറുള്ളതെങ്കിലും ശരി, വളരെ പ്രസക്തമാണ്. അതുകൊണ്ട് ഞാനൊരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ, മക്കൾ നന്നാവണം എന്ന് വാപ്പയുമ്മയും വിചാരിക്കണം. ചിലരൊക്കെ അങ്ങനെ പറയാറുണ്ട്, കുട്ടികൾ എന്റെ മാതിരി ആവരുതെന്ന് എന്റെ വിചാരമാണ്. ഒരിക്കലും അങ്ങനെ വിചാരിക്കണ്ട. എന്റെ മക്കൾ എന്റെ മാതിരി ആവരുത്, അവരേറ്റവും നല്ല ആളുകളാവണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ വിചാരം മഹാവിഡ്ഢിത്തമാണ്. അങ്ങനെ നടക്കില്ല. പുണ്യനബിയാ പറഞ്ഞത്, നിങ്ങൾക്ക് നല്ല മക്കളുണ്ടാവണോ, അവരുടെ മുമ്പിൽ ഏറ്റവും നല്ല മാതൃകകളായി നിങ്ങൾ മാറണം. അതിലേറ്റവും പ്രധാനം ഭാര്യയാണ്, ഉമ്മയാണ്. കാരണം ഈ കുട്ടി ഏറെ സമയവും ചെലവഴിക്കുന്നത് ഉമ്മയുടെ കൂടെയാണല്ലോ. അതുകൊണ്ട് തന്നെ ഈ കുട്ടി എപ്പോഴും ശ്രദ്ധിക്കാൻ ഉമ്മയാണ് ശ്രദ്ധിക്കുക. കുട്ടി ഉമ്മയെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, ജനിച്ചൊരു 5, 6, 8 മാസമായ ഒരു കുട്ടി,
ആ കുട്ടിയെ ഒരു അന്യ വീട്ടിലെ പെണ്ണ് വന്നെടുത്താൽ കുട്ടി കരയും. എന്താ കാരണം? കുട്ടിക്കറിയ ഇതെന്റെ മാതാവല്ല, കുട്ടിക്കറിയ ഇതെന്റെ മാതാവല്ല, അപരിചിതയാണ്. അപ്പൊ ഈ കുട്ടി എപ്പോഴും ശ്രദ്ധിക്കുന്നതാരെയാ? മാതാവിനെയാണ്. മാതാവിനെ ശ്രദ്ധിക്കുന്നു എന്ന് പറഞ്ഞാൽ കേവലം ശ്രദ്ധയില്ല, മാതാവിന്റെ ഓരോ അടക്കവും മനക്കവും വാക്കും പ്രവൃത്തിയും കുട്ടി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട, മക്കളുടെ വളർച്ചയിൽ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാലം അവരുടെ മുടക്കുടി പ്രായമാണ്. അമ്മമാരോട് ഞാൻ പറയട്ടെ, ഇവിടെ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശ്രദ്ധിക്കാൻ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഹറാമായ ഭക്ഷണം ഉമ്മ ഭാഗത്തേക്ക് കടത്തരുതെന്നാണ്. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ഹറാമാകരുത്. ഭാര്യയും അതേപോലെ ഭർത്താവും അല്ലെങ്കിൽ കുടുംബനാഥനും നാഥയും ഹറാമായ സമ്പാദ്യത്തിന്റെ ഉടമകളാകരുത്. ഹറാമാണ് സമ്പാദ്യമെങ്കിൽ ആ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ് ശരീരത്തിൽ രക്തമുണ്ടാകുന്നത്. ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഉമ്മയുടെ അമ്മിഞ്ഞപ്പാലിലെ പാലാ ഭക്ഷണത്തിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഹറാമാണ് ഭക്ഷണമെങ്കിൽ ഹറാമ കലർന്ന അമ്മിഞ്ഞപ്പാൽ ഈ കുട്ടിയുടെ അകത്തളത്തിലേക്ക് കടന്നു ചെല്ലുമ്പോ അതിന്റെ ദുസ്വാധീനം കുട്ടിയിലുണ്ടാകും. അതുകൊണ്ട് ഒന്നാമതായി മുലകുടി പ്രായത്തിലും ഗർഭകാലഘട്ടത്തിലും ശ്രദ്ധിക്കേണ്ടത് എന്താ? ശ്രദ്ധിക്കേണ്ടത് കുടുംബത്തിൽ ഹറാമായ സമ്പാദ്യത്തിൽ നിന്ന് ഭക്ഷണം ഉണ്ടാവരുത്. ആ ഭക്ഷണം കുട്ടികളുടെ ശരീരത്തെ ദുസ്വാധീനത്തിലകപ്പെടുത്തും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഒരു കാര്യമല്ലേ, പുണ്യ നബി ഒരിക്കൽ തന്റെ വീട്ടിലേക്ക് ഇങ്ങനെ കടന്നു വരികയാണ്. കടന്നു വരുമ്പോഴാ മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീടിന്റെ അകത്ത് ഈത്തപ്പഴം, സകാത്തിന്റെ ഈത്തപ്പഴം കൊണ്ടുവന്ന് കുന്നുകൂട്ടിയിട്ടുണ്ട്. സകാത്തിന്റെ ഈത്തപ്പഴം കൊണ്ടുവന്ന് കൂട്ടി വെച്ചിരിക്കുകയാണ്. പുണ്യ നബി വീട്ടിലേക്ക് കയറി വരുമ്പോ കാണുന്ന രംഗമെന്താ? ഹസൻ റളിയല്ലാഹു അൻഹു ഓടി വന്നിട്ട് ഈത്തപ്പഴത്തിന്റെ കൂട്ടത്തിൽ നിന്നൊരു ഈത്തപ്പഴം എടുത്ത് കഴിക്കാൻ വായിലേക്ക് കിടന്ന രംഗമാ പുണ്യ നബി കാണുന്നത്. ഉടനെ തന്നെ അല്ലാഹുവിന്റെ ഹബീബ് ഓടി വന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ നിന്ന് ആ ഈത്തപ്പഴം പറിച്ചു വാങ്ങിയിട്ട് അല്ലാഹുവിന്റെ ഹബീബ് ഈത്തപ്പഴത്തിന്റെ കൂട്ടത്തിലേക്ക് തന്നെ വെച്ചിട്ട് പറഞ്ഞു, ഇന്നഹാ ലാ തഹില്ലു ലി മുഹമ്മദിൻ വലാ ലി ആലി. മുഹമ്മദ് നബിക്കോ മുഹമ്മദ് നബിയുടെ കുടുംബത്തിനോ സകാത്ത് ഹലാലല്ല. അതുകൊണ്ട് ഹലാലല്ലാത്ത ഒരു ഭക്ഷണത്തിന്റെ അംശവും ശരീരത്തിലേക്ക് കടന്നാൽ ആ ശരീരം നന്നാവാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു ഹദീസ് ശ്രദ്ധിക്കൂ നിങ്ങൾ. കുല്ലു ലഹമിൻ നബത മിൻ ഹറാം ഫന്നാറു ഔലാ ബിഹി. കുല്ലു ലഹമിൻ നബത മിൻ ഹറാം, ഹറാമിൽ നിന്നുണ്ടായ എല്ലാ മാംസവും. റസൂലുള്ളാഹിന്റെ വാക്ക് കുല്ലു ലഹമിൻ നബത മിൻ ഹറാം, ഹറാമിൽ നിന്നുണ്ടായ എല്ലാ മാംസവും ഫന്നാറു ഔലാ ബിഹി, നരകമാണ് അതിനോട് ഏറ്റവും ബന്ധപ്പെട്ടത് എന്ന് പറഞ്ഞാൽ ആ ശരീരത്തിൽ നിന്ന് നരകത്തിന്റെ